ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മളിന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 49-ാമത്തെ തിരുവചനം. വചനം കേൾക്കുകയും എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിതവന് തുല്യൻ. ജലപ്രവാഹം അതിന്മേൽ ആഞ്ഞടിച്ചു, ഉടനെ അത് നിലം പതിച്ചു. ആ വീടിൻ്റെ തകർച്ച വലുതായിരുന്നു. പരിശുദ്ധ തൃത്യേക ദൈവത്തിന് സ്തുതി. 2 തരം തറമേൽ വീട് പണിയുന്ന 2 മനുഷ്യർ. ഒരു മനുഷ്യൻ ഉറച്ച പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിയുമ്പോൾ രണ്ടാമൻ ഉറപ്പില്ലാത്ത തറമേൽ വീട് പണിയുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷത്തിൽ കൊടുത്തിരിക്കുന്നത് മണൽപ്പുറത്ത് വീട് പണിത ഭോഷൻ എന്നാണ്. ശീലോപമ എന്ന യേശുവിൻ്റെ പ്രസിദ്ധമായ ഒരു ഉപമയാണ് നാം ഇന്നലെയും ഇന്നും വായിച്ച തിരുവചനങ്ങൾ. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 47 മുതൽ 49 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 24 മുതൽ 27 വരെയുമുള്ള തിരുവചനങ്ങൾ. യേശുവിൻ്റെ അതിശ്രേഷ്ഠമായ വിശുദ്ധ മത്തായി ശ്ലീഹായുടെ 5, 6, 7 അധ്യായങ്ങളിൽ കൊടുത്തിരിക്കുന്ന പർവ്വത പ്രസംഗത്തിലെ അവസാനത്തെ വചനങ്ങൾ. എൻ്റെ വചനം കേൾക്കുവാൻ മാത്രം നിങ്ങൾ താല്പര്യം കാണിച്ചാൽ പോരാ, അനുസരിക്കുകയും അതിനൊത്തവണ്ണം ജീവിക്കുകയും വേണമെന്ന് പർവ്വത പ്രസംഗത്തിൻ്റെ അവസാനത്തിൽ വളരെ സ്നേഹത്തോടെ നമ്മോട് പറയുന്ന യേശു. അങ്ങനെയുള്ള നമ്മിൽ എത്രയെത്ര ദുരിതങ്ങൾ വന്നാലും നാം തകർന്നു പോകില്ല എന്ന ഉറപ്പ് തരുന്ന യേശു. തകർന്നു പോകുവാനോ നശിച്ചു പോകുവാനോ ഇടവരാത്തവണ്ണം യേശുവിൻ്റെ വചനങ്ങൾ വായിക്കുവാനും കേൾക്കുവാനും അത് ഗ്രഹിക്കുവാനും കേട്ട് ഗ്രഹിച്ച് അതിനനുസരിച്ച് പ്രവർത്തിക്കുവാനും നമുക്ക് ശ്രമിക്കാം. ദൈവവചനത്തിൽ കേൾക്കുന്ന സത്യങ്ങൾ നമ്മുടെ ദിനചര്യയിലേക്കും നമ്മുടെ ജീവിതം നിർണ്ണയിക്കുന്ന നമ്മുടെ ഓരോ ദിവസത്തെ പ്രവൃത്തികളിലേക്കും നമുക്ക് ഒന്ന് കൊണ്ടുവന്നാലോ? നമ്മുടെ വിശ്വാസം ശൂന്യമല്ലാത്തതാക്കി ആ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണിക്കുവാൻ ഒന്ന് ശ്രമിച്ചാലോ? തീർച്ചയായും അങ്ങനെ ആഗ്രഹിച്ച് അങ്ങനെ പരിശ്രമിക്കുന്ന നാം ഓരോരുത്തരോടുമായി കർത്താവ് പറയുന്ന ഒരു ഉപമയാണ് ശീലോപമ. ഈ ലോകത്തിലെ നമ്മുടെ ഭൗതിക ജീവിതത്തിനോടൊപ്പം ഈ ലോകത്തിൽ തന്നെയുള്ള ദൈവിക രാജ്യത്തിലെ നമ്മുടെ ആത്മീയ ജീവിതത്തിന് നല്ല അടിസ്ഥാനം ഇടുവാൻ ആവശ്യപ്പെടുന്ന യേശു. നാം ഓരോരുത്തരും ജനിച്ച് പിച്ച വെച്ച് നടന്ന് സ്കൂളിൽ പോയി പഠിച്ച് നല്ല മിടുക്കരായി വളർന്ന് നമ്മുടെ പഠനങ്ങൾ, നാം നേടിയ അറിവുകൾ, നാം നേടിയ കഴിവുകൾ, അങ്ങനെ നമ്മെ നാമായി നിർമ്മിച്ച കഴിഞ്ഞു പോയ നമ്മുടെ പൂർവ്വകാലം, ആ കാലഘട്ടത്തിലെല്ലാം നമ്മെ നിലനിർത്തിയ ഇനിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം തരുന്ന ബാക്കിയുള്ള ആയുസ്സിൽ നമ്മുടെ നിലനിൽപ്പിനായുള്ള ഒരു വിശ്വാസിയുടെ പരിശ്രമത്തിൽ നാം പണിത നമ്മുടെ ജീവിതം പണിതിരിക്കുന്നത് ഏതടിസ്ഥാനത്തിലാണ് എന്ന് ഒന്ന് തിരിഞ്ഞു നോക്കുവാൻ നമ്മുടെ കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്ന തിരുവചനം. ആ അടിസ്ഥാനം നല്ല ഉറച്ചതാണോ, അതോ അത് ഉറപ്പില്ലാത്ത തറമേൽ പണിത വീട് പോലെയാണോ? നമുക്കും ആഗ്രഹിക്കാം ഇനിയും നമ്മുടെ ശിഷ്ട ജീവിതത്തിൽ അവൻ്റെ വാക്കുകൾ കേൾക്കുക മാത്രമല്ല, അതിനനുസരിച്ച് ജീവിക്കുവാനും അങ്ങനെ ആഴത്തിൽ കുഴിച്ച് പാറമേൽ പണിത വീട് പോലെ ദൈവവചനത്തിലെ നിസ്തൂലമായ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആന്തരികമായ ആത്മീയ സത്യങ്ങൾ ജീവിതത്തിൽ പരിശീലിച്ച് അതിനൊത്തവണ്ണം പ്രവർത്തിച്ച് ജീവിക്കുവാനും അങ്ങനെ ജീവിക്കുമ്പോൾ വരാവുന്ന പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ കനത്ത പ്രഹരങ്ങൾ ഏൽപ്പിച്ചാലും കുലുങ്ങാതെ ഇളകാതെ ദൈവവചനത്തിൽ ആധാരമിട്ടതുകൊണ്ടുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നമുക്കും മുന്നേറാം. നസ്രായൻ അതിന് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം നേരുന്നു.